സ്വോത്രം 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 സ്വോത്രം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. യാക്കോബ് വയലിൽ നിന്ന് കയറി വന്നു അധ്വാനിച്ച്, ഏശാവ് വന്ന സമയത്ത് യാക്കോബ് പണ്ടൊരു പാസ് പറഞ്ഞതാ, പായസം ഇങ്ങനെ കോരി അടിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ചായ അടിക്കുന്ന പോലെ. അപ്പൊ ചുമന്ന പായസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഇതെന്തോ ഇത് ചുമന്ന പായസം, ഒന്നാമത് തന്നേര്, ഞാൻ ക്ഷീണിച്ചിരുന്ന സമയത്ത് പായസം കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. പണ്ടും ഈ തരികളെ ഉണ്ട്, ഇന്നും ഉണ്ട്, ഇന്ന് കൂടുതലാണെന്നേ ഉള്ളൂ. അന്നെന്ത് ചെയ്യാം, പായസം തരാം, പക്ഷെ എന്ത് വേണം, ജ്യേഷ്ഠാവകാശം എനിക്ക് തരാം. സ്വത്രം. നമ്മൾ ദൈവമക്കളാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവമക്കൾ എന്നുള്ള പദവി ലോകത്തിന്റെ ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ വെച്ചുമാറരുത്. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹത്തിന്റെ മേലിൽ ഈ ദൈവം തന്നിരിക്കുന്ന പദവി നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ വീട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മക്കൾക്കും വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മീയമായ സ്ഥാനം, ഈ അനുഗ്രഹീതമായ ദൈവത്തിന്റെ ബ്ലെസ്സിങ്, ഒരു ദൈവമകൻ ഒരു ദൈവമകൾ എന്നുള്ള പദവി, സ്വത്രം, നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് കിട്ടുന്ന ഭൗതിക നന്മകൾക്ക് വേണ്ടി ഈ പഥ്യവചനം, പഥ്യോപദേശം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് പോയി വീഴാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ശാപഗ്രസ്തമായ ഈ പഴയ ആകാശത്തെയും പഴയ ഭൂമിയെയും ദൈവം ചുട്ടരിച്ചിട്ട് നമുക്ക് എന്ത് തരാൻ പോവുക? പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് തരാൻ പോവുകയാണ്. ദൈവത്തിന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. ലോകത്തിന്റെ ഭൗതിക നന്മകൾക്ക് വേണ്ടി, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി റവറന്റ് പട്ടം വെച്ച് നീട്ടിയാലും, ഡോക്ടർ പട്ടം കിട്ടിയാലും, വലിയ വലിയ സ്ഥാനമാനങ്ങൾ തന്നാലും അതൊന്നും ഇതിന്റെ മുൻപേ നഷ്ടപ്പെടുത്തി കളയരുത്. ഇതിനു വേണ്ടി ഇനി പുതിയ ആകാശം പുതിയ ഭൂമി എന്താണെന്ന് അറിയണ്ടേ? 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകം എടുത്ത് നമ്മൾ വായിച്ചു. ഞാൻ എൻ്റെ ഭാഷ പറയുന്നില്ല, വചനം തന്നെ പറയാം. സ്വത്രം സ്വത്രം. വെളിപ്പാട് പുസ്തകം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയതല്ല, ഒഴിച്ചു മാറ്റിയതാ. അടുത്തേ, സമുദ്രവും ഇനി. അപ്പോ മീൻപിടുത്തക്കാരും കപ്പലുകാരുടെയും ഗതി അധോഗതി തന്നെ, സമുദ്രം ഇല്ല. അടുത്ത, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ട് മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. മതി, അവിടെ നിൽക്കട്ടെ. സ്വത്രം. ദൈവം തന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യവസ്ഥയിൽ നമ്മൾ ആയിരിക്കണമെന്ന് പത്രോസ് പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി ഒരു കാത്തിരിപ്പ് ഉണ്ടാകണമെന്ന് പൗലോസ് എഴുതി വെക്കുന്നു. ആ പുതിയ ആകാശം പുതിയ ഭൂമിയുടെ അവസ്ഥകൾ എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലനാണ് ശരിയായ ഒരു ചിത്രം നമുക്ക് തരുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി, പഴയ ആകാശത്തെയും പഴയ ഭൂമിയും ചുട്ടരിച്ചിട്ട് ഒരു പുതിയ ആകാശം, ഒരു പുതിയ വ്യവസ്ഥിതി, ഒരു പുതിയ പ്രമാണം, ഒരു ന്യൂ കവനന്റ്. ആ പുതിയ ആകാശം പുതിയ ഭൂമി ജീവിക്കാൻ നമ്മുടെ ഈ വ്യവസ്ഥയല്ല വേണ്ടത്. അതിനാ സ്വർഗീയ കോടതി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ആ ഒരു നിയമമുണ്ട്, ആ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ജീവിക്കുന്ന പോലെ അങ്ങോട്ട് പോക്ക് നടക്കില്ലെന്നാ പറഞ്ഞു വരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. പണ്ട് ഞാൻ പറയുന്ന പോലെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാത്തവൻ എന്തും പ്രസംഗിക്കും. അങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ പോകണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ആഴമേറിയ സബ്ജക്റ്റ്. അത് പാലിച്ചാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആയിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോകണമെന്ന് പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ പ്രവൃത്തി 2:42 നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രമാണം അനുസരിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടുത്തെ വ്യവസ്ഥിതികളും അവിടുത്തെ ഉപദേശങ്ങളും അങ്ങോട്ട് പോകാനുള്ള ഉപദേശങ്ങളും വ്യവസ്ഥിതികളുമാണ് ഈ ലേഖന പരമ്പരകളിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രവൃത്തി പുസ്തകങ്ങളും റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ 1, 2, 3 അധ്യായം, 4-ാം അധ്യായത്തിൽ സഭാ സ്വർഗത്തിലാണ്. അപ്പൊ ഈ പ്രമാണങ്ങൾ, ഈ വ്യവസ്ഥിതികൾ നമ്മൾ അനുസരിച്ചാൽ മാത്രമേ ആ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് തന്നെ പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു പട്ടാളക്കാരനായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ ഒരു എയർഫോഴ്സിലോ ഗ്രൗണ്ട് ഏതിലെങ്കിലും ഒരു ജോലി നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതികളെല്ലാം അവിടെ ആ ജോലിക്കെടുക്കുമ്പോൾ അവിടെ ചില കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് അവിടെ സ്വതന്ത്രം എത്ര വർഷത്തെ ഒരു പട്ടാളക്കാരന് കൊടുക്കുന്ന ട്രെയിനിങ് പീരീഡ് എത്ര വർഷമാണ്? വർഷങ്ങളുണ്ട്. ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. രാവിലെ എണീറ്റ് 15 കിലോമീറ്റർ ഓടണമെന്ന് പട്ടാളക്കാരൻ. നടക്കുമോ? ഇവിടെ നടക്കാൻ വയ്യാത്ത ചെറുപ്പക്കാരായിപ്പോൾ ഉള്ളത്. 15 കിലോമീറ്റർ ഓടണം. 1 കിലോ കടല കുതിർത്ത് കൊടുത്ത് തിന്നിട്ട് അതിന് തിന്നിട്ട് ഓടണമെന്ന്. എന്തിനാ? പട്ടാളത്തിൽ പോയി യുദ്ധം ചെയ്യാൻ. അങ്ങനെ 15 കിലോമീറ്റർ ഓടി ക്ഷീണിക്കാതെ തളരാതെ ഞാൻ മടങ്ങി വരണം. ചുമ്മാ ഒന്നും ജോലി കിട്ടത്തൊന്നുമില്ല. പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ്, സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞ്, പരിശുദ്ധാംശയം പ്രാപിച്ചെന്ന്, സ്വർഗത്ത് പോകാൻ യോഗ്യരായെന്ന് ആരും ചിന്തിക്കല്ലേ. ഞാൻ സാധാരണ എൻ്റെ ഭാഷയെ പറയാറുള്ളത്, റിലേ ഓടാനായിട്ട് നിൽക്കുന്ന 4 കുട്ടികൾ, ബാറ്റൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ, ഒരു കയ്യിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ബാറ്റൺ ഉണ്ടാവും, ആദ്യമായിട്ട് ഓടാൻ നിൽക്കുന്നത്. ബാക്കി 3 ആംഗിളിൽ നിൽക്കുക. 4 പേരാ ഓടുന്നത്. ഈ ബാറ്റൺ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത്, ആ പെണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത്, ഈ പെണ്ണ് ഇവിടെ കൊടുത്ത്, 4ാമത്തെ ആൾ കൊണ്ടുവന്ന് ഈ ബാറ്റണുമായിട്ട് നൂല് ഭേദിച്ചാലേ കിരീടം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചുക്കും കിട്ടത്തില്ല. അപ്പോൾ ഓടണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശയം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. ഓട്ടക്കളത്തിലോട്ട് കയറി ഓടാൻ നിൽക്കുന്ന, റിലേ ഓടാൻ നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് സാധാരണ പഠിപ്പിക്കുന്നത്. ഓടാൻ കിടക്കുക. ഇനി രക്ഷാസ്നാനം, വിശുദ്ധി, വേർപാട്, അഭിഷേകം, ഇതൊക്കെ രക്ഷയുടെ ആദ്യത്തെ പടികളാണ്. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്കെടുക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ആദ്യ വചനം വിട്ട് രക്ഷാസ്നാനം, വിശുദ്ധി, വേർപാട്, പരിശുദ്ധം, അഭിഷേകം, മായമില്ലാത്ത പാല്, കട്ടി കുറഞ്ഞതാണ് ആദ്യം കൊടുക്കുന്നത്. ആ കട്ടി കുറഞ്ഞ പാല് കുടിച്ച് കട്ടിയുള്ള പാലിലേക്ക് കയറുകയാണ്. അത് മായമില്ലാത്ത, ഇത് മായമില്ലാത്തത്. ഇന്ന് സർവത്ര മായമാ കലക്കി കൊടുക്കുന്നത്. അത് ആ കുടിച്ചുകൾക്ക്, ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ലാതെ, ഒരു സമാധാനമില്ല, സന്തോഷമില്ല, പ്രത്യാശയില്ല. ഇന്ന് പെന്തക്കോസ്താരെന്ന് പറഞ്ഞു നടക്കുന്നതിൽ നല്ലൊരു ശതമാനവും വിശ്വാസമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, പ്രത്യാശയില്ല, ഒരു സന്തോഷമില്ല. മുഖത്ത് നോക്കിയ പണ്ടൊക്കെ വിശുദ്ധന്മാർ, ഞാൻ പറഞ്ഞു കേട്ടതാണ്, വിശുദ്ധന്മാർ തമ്മിൽ വഴി വെച്ച് ചന്തയെ വെച്ച് കാണുമ്പോൾ, വാസു കേട്ടിട്ടുണ്ടോ? ചന്തയെ വെച്ച് 2 ഭക്തന്മാർ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ, 2 സഹോദരന്മാർ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ അവരൊരു വാക്ക് പറയാറുണ്ട്. എന്താ? കൈകൊട്, മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ ചുംബനം ചെയ്തവർ പോവായിരുന്നു. ഇന്നോ എങ്ങനെയാലും അവനെ മറിച്ചിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരിക്കും നോക്ക്. കാലം മാറി. കാരണം അന്ന് അവരെല്ലാം വളരെ സാധുക്കളായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു. നല്ല മനസ്സാക്ഷി, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം, 1 തിമോഥെയോസ് 1:5, ഇതായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ നല്ല മനസ്സാക്ഷിയും ശുദ്ധഹൃദയവും ദൈവസ്നേഹം ഉള്ളത് കൊണ്ട് അവർ ചന്തയിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അവർ തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്ത്, നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കഷ്ടതകൾ മാറി, നമ്മുടെ ദുഃഖങ്ങൾ മാറി, നമ്മുടെ പ്രയാസങ്ങൾ മാറി, നമ്മുടെ വ്യഥകൾ മാറി, നമ്മുടെ കണ്ണുനീരെല്ലാം മാറി, നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് പറഞ്ഞ് അവർ വിശുദ്ധ ചുംബനം ചെയ്ത് സന്തോഷം പങ്കിടുമായിരുന്നു. ഇന്നാണെങ്കിലോ അതെല്ലാം മാറിയില്ലേ? പരസ്പരം പാരവയ്ക്കലായി, പരസ്പരം കുത്തി നോവിക്കലായി. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അറിയാൻ പ്രവാസന്മാർ പലരും എന്നോട്ട് കുത്താറുണ്ട്. എനിക്കതൊന്നൊരു വിഷയമില്ല, ഞാൻ പുഞ്ചിരിച്ച് കളയത്തേ ഉള്ളൂ. എന്തൊക്കെ കുത്തിയാലും എന്തൊക്കെ നിലയിൽ അവർ ഉപദ്രവിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അവരോട് യാതൊരു പിണക്കവുമില്ല.
കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാട്, എനിക്ക് കിട്ടിയിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടുകളും സന്തോഷവും പ്രത്യാശയും ആത്മനിയോഗങ്ങളും അതാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കതുകൊണ്ട് യാതൊരു നിരാശയുമില്ല. ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ആളാണ്. പിന്നെ തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും. അത് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഹല്ലേലൂയ, പത്രോസ് പറഞ്ഞ ആ വചനം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികൾക്കുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം, നിത്യശിക്ഷാവധി അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ആദ്യ വചനം വിടുക. ആദ്യ വചനം എന്താ? രക്ഷ, സ്നാനം, വിശുദ്ധി, വേർപാട്, ഉപദേശം, ഇതെല്ലാം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാർത്ഥിക്കുക. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണമായ പ്രായത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരിക. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണമായ പ്രായത്തിന്റെ അളവിലേക്ക് വരിക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ച് വളർന്നു വരിക. ഒരു ആത്മീക വളർച്ച, ഒരു ആത്മീക വർധനവ്, ഒരു ആത്മീക നിറവ് ദൈവമക്കൾക്കുണ്ടായേ മതിയാകൂ. കാരണം എന്താ? പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പോകാതിരിക്കും. എല്ലാം പറയുന്ന ആള് കുറഞ്ഞു പോയതിന്റെ കാര്യം അതാ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവര് നന്നായി പോകും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, നേരിട്ട് കേൾക്കുന്നതും ഫോണിൽ കേൾക്കുന്നതും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സമയങ്ങൾ ആസന്നമായി. ഈ ഗൾഫ് യുദ്ധം വിളിച്ചു പറയുന്ന ഒരു ദൂത് ഞാൻ പെട്ടെന്ന് പറയാം. ഇറാൻ എത്ര കളഞ്ഞടിച്ചാലും ഇസ്രയേലിന്റെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവർ പൊടിച്ചു തവിട് പൊടി പോലെ അവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവസാനം അവർ പിൻവാങ്ങും, അവരെ സറണ്ടർ ചെയ്യും. അവര് യുദ്ധത്തിൽ നിന്ന് നിരുപാധികം പിന്മാറി അവർ നിലവിളിക്കും, അവർ അയ്യം വിളിക്കും. അവരെ കൊണ്ട് പറ്റത്തില്ല എന്നവർ കൈകൊഴുത്തി അവർ സത്യം ചെയ്ത് അവർ പിൻവാങ്ങി പോകും. അതിനുശേഷം അവർ അടങ്ങിയിരിക്കില്ല. അതിനുശേഷം പിന്നെയും ആയുധങ്ങൾ ഉണ്ടാക്കി കോപ്പ് കൂട്ടി ഗോഗുമാഗോഗിന്റെ യുദ്ധത്തിന് വേണ്ടി അവരൊരുങ്ങും. റഷ്യയെ കൂട്ടുപിടിക്കും, സിറിയയെ കൂട്ടുപിടിക്കും, പല അറേബ്യൻ രാജ്യങ്ങളെ, പല യൂറോപ്യൻ രാജ്യങ്ങളെ. ഞാൻ രാജ്യങ്ങളൊക്കെ ചെകഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെയാണ് അതിനടുത്ത് പ്രസംഗിക്കാനായിട്ട് കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഇന്ത്യൻ രാജ്യങ്ങൾ വരുമെന്നുണ്ട് പുസ്തകത്തിൽ. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് റഷ്യ ആയിരിക്കും മുൻപന്തിയിൽ, ഗോഗുമാഗോഗായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ. അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിരിക്കും പാർസികൾ അല്ലെങ്കിൽ ഇറാൻ. ഞങ്ങൾക്ക് അവരെ തകർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വന്ന് സഹായിക്കണം. റഷ്യ പറയുമ്പോൾ ഹീറോ അല്ലേ, തുമ്പും വെളിവെട്ടവനല്ലേ, യുദ്ധം ചെയ്യും, യുദ്ധ കൊതിയനല്ലേ. ട്രംപുമൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെയാണ്. അതിൽ ആരും പിന്മാറ്റത്തും കുറഞ്ഞുകൊള്ളുന്നില്ല. ആശയങ്ങൾ കുറേ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ യുദ്ധക്കുതിയന്മാരവരൊക്കെ. അപ്പം ഞങ്ങൾ നിൽക്കാം. നിങ്ങൾ നിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? പോയി തരാം, കിട്ടിയാൽ മതിയല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോലും മതിയല്ലോ ഏത് തോന്നിവാസം ചെയ്യാനും പലർക്കും. സ്വത്രം ആത്മീയകുളത്തിലത് തന്നെയല്ലേ. പക്ഷേ പ്രസിഡന്റിനോട് പറയുക, ഒരു 3 ലക്ഷം രൂപ തരാം, ഒരു 16 പേര് വിദേശ വിശ്വാസികളുള്ളൊരു സഭ തരുമോ? 3 ലക്ഷം രൂപ എന്ന് വെച്ചാൽ അപ്പം തന്നെ അടുത്ത പ്രാവശ്യം അങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അവിടെ പോയാൽ 2 ലക്ഷം രൂപ കിട്ടും മാസം. അതിൽ നിന്ന് 3 ലക്ഷം പുള്ളി കൊടുക്കാൻ എന്താ കുഴപ്പം? കോട കൊടുത്ത് പാസ്റ്റർമാരായി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ആത്മീയ കുളത്തിലും ഭൗതിക കുളത്തിലും അത് തന്നെയല്ലേ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ 10,000 രൂപയാണ് ആ പ്രസിഡന്റായ വ്യക്തി. ആ കൗൺസിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊക്കെ ചെന്നാൽ ഓടിക്കുമല്ലോ. അതിന് പറ്റിയ ആൾക്കാരുണ്ട്. ഇവർ ബോർഡ് മെമ്പർ സെലക്ട് ചെയ്ത ആൾക്കാർ, കൗൺസിൽ അംഗങ്ങളൊക്കെ ഉണ്ട്. അവർ വേണം വോട്ട് ചെയ്യാൻ, പ്രസിഡന്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 10,000 രൂപ കിട്ടുന്നു വോട്ട് ചെയ്ത് കൊടുത്താൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ദൈവസഭയുടെ പ്രസിഡന്റ്, ദൈവം പോലും അറിയാത്ത ദൈവസഭയുടെ പ്രസിഡന്റ്. അല്ല, അവനെന്തോ പറയാനാ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇത് മുഴുവൻ നടക്കുന്നുണ്ട്. അനീതികളും അക്രമങ്ങളും, ഈ കൊലപാതകങ്ങളും ഈ യുദ്ധക്കൊതിയന്മാരെയും നിയന്ത്രിക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ഇന്ന് കാണുന്ന സകല ദുഷ്ടതയ്ക്കും ഒരു തിരശ്ശീല ഇടാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് പുതിയ നിയമസഭയോട് എനിക്ക് പറയാനുള്ളത്, നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് വരുമ്പോൾ നിങ്ങൾ രൂപാന്തര ശരീരമോ ഉയർത്തെഴുന്നേറ്റൊരു ശരീരത്തോടെയോ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയാൽ, നാം 1000 ആണ്ട് ആഴ്ചയ്ക്ക് ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴുകയും അതിനുശേഷം ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമുക്ക് പ്രമോഷൻ തരാൻ പോവുകയാണ് സ്വർഗത്തിലെ ദൈവം.
നമ്മുടെ കഷ്ടതകൾക്ക് വിരാമം വിടാൻ പോവുകയാണ്. നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന, നമ്മുടെ കഷ്ടത മാറുന്ന, നമ്മുടെ മരണം മാറുന്ന, നമ്മുടെ മുറവിളി മാറുന്ന, നമ്മുടെ നെടുവീർപ്പുകൾ മാറുന്ന ഒരു ശുഭസുദിനം, പുതിയ ആകാശം, പുതിയ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതാർക്ക് വേണം? എനിക്ക് വേണം. ഈ വചനം കെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്ക് വേണം. എനിക്ക് വേണമെങ്കിൽ നീയും പ്രസംഗിച്ചോ, മറ്റുള്ളവർക്കും കൊടുത്തോ. പ്രസംഗിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. പണ്ടാർന്ന് പറഞ്ഞ പോലെ ഈ ട്രെയിൻ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന പോലെ പുറകെ ഓരോന്ന് കൊണ്ടുപോകാന്നെങ്കിൽ എല്ലാവരും കൂടി ഭാര്യയും മക്കളെയൊക്കെ കൊണ്ടുപോകാൻ നടക്കില്ല. അവനവൻ വിശ്വസിച്ച് പ്രാപിച്ചെടുക്കേണ്ടതാണ് ആത്മരക്ഷ. നമുക്ക് ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് ഈ വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. ഈ പഴയ ഭൂമി മുഴുവൻ ശാപഗ്രസ്തമായി തമ്മിൽ യുദ്ധം ചെയ്ത് ഹിരോഷിമ നാഗസാക്കിയിലിട്ട ആ യുദ്ധത്തിന്റെ ഗഡികൾ മമേ ഇപ്പോഴും മനുഷ്യൻ പേറുന്നുണ്ടോ? അത് ഉണ്ടല്ലോ, സത്യമല്ലേ? ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈയില്ല, കാലില്ല, വിരലില്ല, മൂക്കിന്റെ പകുതിയില്ല. അങ്ങനെയെങ്കിൽ അന്ന് അത് എത്ര വർഷമായി നടന്നിട്ട്? 45 അല്ലേ? 1945. ഇപ്പൊ എത്ര വർഷം പിന്നിട്ടു? അന്നത്തെ ടെക്നോളജി ഇന്നത്തെ ടെക്നോളജി കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അന്നുള്ളതിൻ്റെ 1000 മടങ്ങ് ടെക്നോളജി വർദ്ധിച്ച കാലഘട്ടമാണ്. അന്ന് ഹിരോഷിമ നാഗസാക്കിയിലിട്ട ബോംബിന്റെ പേരെന്താണ് അറിയില്ലേ? ലിറ്റിൽ ബോയ്. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ലിറ്റിൽ ബോയിയുടെ 1000 മടങ്ങ് ശക്തിയുള്ള ലിറ്റിൽ ബോയ്, ബിഗ് ബോയ് ആണ് ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായി? ഈ ബോംബുകൾ ഇട്ടാൽ ഈ ഭൂമി കത്തിച്ചാമ്പലം. അതാ പത്രോസ് പറഞ്ഞത്. അതാ ബൈബിൾ കോളേജിൽ പോയ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ ടി പി അബ്രഹാം സാർ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ പത്രോസാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അത് സാറെന്താ അങ്ങനെ? ഇവിടെ ഭൂമി തീക്കായി പിടിച്ചിരിക്കുന്ന പത്രോസാ പറഞ്ഞത്, യുവന്മാരല്ല പറഞ്ഞത്. യുവന്മാർ പിന്നെ പറഞ്ഞത് ചക്കും തുക്കും അറിഞ്ഞൂടാത്ത ലേഖനം പോലും എഴുതി പിടിപ്പിക്കാൻ അറിഞ്ഞൂടാത്ത ഒരു പത്രോസാ പറഞ്ഞത് ഭൂമി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതെങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു? മനുഷ്യൻ ഉണ്ടാക്കുന്ന മാരകമായ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഒരു തീഗോളമായി മാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് മുന്നമേ കണ്ടുകൊണ്ട് പത്രോസിലൂടെ അത് എഴുതി വെച്ചു. മറ്റേ പഴയ നിയമ പ്രവാചകന്മാരോട് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങോട്ടൊന്നും പോകുന്നില്ല. സകര്യാ പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. ബോംബുകൾ പ്രയോഗിക്കുമ്പോൾ മനുഷ്യന്റെ കൺതടങ്ങൾ ചീഞ്ഞൊഴുകും. കണ്ണിന്റെ അടുത്ത് 2 ദ്വാരം, വായുടെ അടുത്തൊരു ദ്വാരം. മാംസം മുഴുവൻ അഴുകി മാറും. മാംസം മുഴുവൻ അഴുകിപ്പോകും. ഒരു അസ്ഥിപഞ്ജരമായിട്ട് മനുഷ്യൻ നീരും. ഹല്ലേലൂയ. എന്താ കാര്യം? അതുപോലെയുള്ള മാരകമായ ആയുധങ്ങളാണ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാസവായുധ പ്രയോഗങ്ങൾ, കെമിക്കൽ വെപ്പൺസ്, അണുബോംബുകൾ. ഈയിടയ്ക്ക് ആരാണ്ട് പറയുന്നുണ്ട്, ഈ ഇറാനോട് യുദ്ധം ചെയ്ത് അവസാനം നിക്കക്കളിയില്ലാതെ വന്നു കഴിഞ്ഞാൽ എടുത്ത് വീശുമെന്നാ പറഞ്ഞേക്കുന്നത്. ആര്? ആ ബെഞ്ചമിൻ പറഞ്ഞേക്കുന്നതാ. ഞങ്ങളെടുത്ത് പ്രയോഗിക്കും, കുഴപ്പമൊന്നുമില്ല. നിന്നെയും കൊല്ലും ഞങ്ങളും ചാവും പറഞ്ഞ് അവരിയ്ക്കുക. കാരണം 48 രാഷ്ട്രം സ്ഥാപിച്ച ഇസ്രയേൽ അന്നു മുതൽ ഇവരുടെ തല്ലുകൊണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരൊറ്റ പ്രാവശ്യം പോലും ഇവരെ ജയിക്കാനായിട്ടായിട്ടില്ല. കാരണം എന്താ? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്തുതി. സ്തുതിക്കുന്നവനാണ് യഹൂദൻ. പ്രമാണം തെറ്റിയവനാണെങ്കിലും അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. യാക്കോബിന്റെ കൊച്ചുമക്കൾ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ നിക്ഷേപമാണ്. അവരെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സമൂഹമാണ് പുതിയ നിയമസഭ. ക്രിസ്തുവിന്റെ ശരീരം, അല്ലെങ്കിൽ മണവാട്ടി, അല്ലെങ്കിൽ നിർമ്മല കന്യക, അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരം. നമ്മൾ ആ വില മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം മുഴുവൻ ഏകദേശമൊക്കെ തീരാറായി. അധികകാലങ്ങളില്ല. യുദ്ധം കുറച്ച് നാളൊന്ന് തീർന്നെന്ന് വരാം, ഒതുങ്ങിയെന്ന് വരാം, ഒരല്പസമയം ഒരു ബ്രാക്കറ്റ് കിട്ടിയെന്ന് വരാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഒരുങ്ങാനുള്ള സമയമാണ്. ഒരുക്കം പൂർത്തീകരിക്കാനുള്ള സമയമാണ്. ആത്മീയ വളർച്ചയ്ക്കുള്ള സമയമാണ്. ആത്മീയ വർദ്ധനവിനുള്ള സമയമാണ്. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാനുള്ള സമയമാണ്. നമ്മുടെ വിശുദ്ധി തികയ്ക്കാനുള്ള സമയമാണ്. അത് തികച്ചക്കരെ പോകാൻ ദൈവസഭ ഒരുങ്ങട്ടെ. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച വിഷയത്തിന്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരാം. സ്തോത്രം. അതിന്റെ 21-ാം അധ്യായം അതാണല്ലോ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. യെരുശലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന്റെ നിന്നൊരു മഹാശബ്ദം പറയുന്നത്.
ആ, ഞാൻ കേട്ടത് ഇതാ, അവിടെ നിൽക്കട്ടെ പാസ്റ്റേ. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. ഞാൻ പലപ്പോഴും ഈ വചനമൊക്കെ ധ്യാനിക്കാറുണ്ട്, പക്ഷെ പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് നിയോഗം കിട്ടുന്നില്ല. അതുകൊണ്ട് മാറ്റി വെച്ചേക്കായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിയോഗം കിട്ടിയത്. ഏദൻ പൂങ്കാവനത്തിൽ വെയിലാറുന്ന സമയത്ത് യഹോവയായ ദൈവം വന്ന് ആദാമിനും അവയോടും കൂടി അവരെ സംഭാഷിക്കുമായിരുന്നു, അല്ലേ? സംസർഗം ചെയ്യുമായിരുന്നു. അരുത് എന്ന കൽപ്പന അവർ തെറ്റിച്ചപ്പോൾ ദൈവം വരാതെയായി. നഗ്നരായവർക്ക് നഗ്നത തോന്നി. ദൈവത്തിന്റെ തേജസ്സിനാൽ ഉടുക്കപ്പെട്ട ആദാമിനും ഔവയ്ക്കും നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവം വന്നപ്പോൾ അവര് ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു? ഒളിച്ചിരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം, ഒരു ആദ്യത്തെ ചോദ്യം, ആദാമേ നീ എവിടെ? പെന്തക്കോസുകാരെ നിങ്ങൾ എവിടെ? നിങ്ങളെ ആക്കി വെച്ച ആദിമ ആ അപ്പോസ്തല ഉപദേശത്തിന്റെ വ്യവസ്ഥയിലും പ്രമാണത്തിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ എവിടെ ഇപ്പോൾ? നിങ്ങൾ പാട്ടും കൂത്തും നൃത്തവും ഡാൻസും പിന്നെ അതുപോലെ കൺവെൻഷൻ നടത്തലും പിന്നെ മത്സരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? എവിടെ നമ്മൾ? ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആദിമ സഭയുടെ ഉപദേശത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എവിടെ പോയി? പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രമാണത്തിന്റെ വ്യവസ്ഥ പാലിക്കാതെ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആദാമേ നീ എവിടെ? ക്രൈസ്തവ സമൂഹമേ നിങ്ങൾ എവിടെ? ക്രിസ്തുവിന്റെ പ്രമാണത്തിലാണോ നിൽക്കുന്നത്? ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണോ നിൽക്കുന്നത്? കർത്താവ് വരുമ്പോൾ നീ കൈവിടപ്പെട്ടതോടെ കൂട്ടത്തിലാണോ? അതോ രൂപാന്തരം പ്രാപിച്ച് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലായി തീരുമോ? അതോ നീ എവിടെ? ഓരോരുത്തരും മറുപടി പറഞ്ഞോ ദൈവത്തോട്. എന്നോടൊന്നും പറയണ്ട. ദൈവത്തോട് പറ, കർത്താവേ നീ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ അനുഭവത്തിൽ ഞാൻ നിലനിൽക്കുകയാണ്. ഞാൻ എങ്ങും പോയിട്ടില്ല. സാറാടെ അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നിട്ട് അബ്രഹാം വിളിച്ചു, അല്ലേ? സാറേ എവിടെ? സാറേ എന്ത് ചെയ്തു? ഇന്നത്തെ സാറന്മാർ അടുത്ത വീട്ടിലെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ചെന്നപ്പോ സാറ് വീട്ടിലില്ല, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. ചിലര് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ സാറാ വീട്ടില് ഞാനിവിടെ ഉണ്ട്, അടിയനിതാ. അതെങ്ങനെയാ വിളിച്ചത്? എങ്ങനെയാ? അപ്പൊ അതൊന്ന് പറഞ്ഞ്, യജമാനനെ. ഇന്നാണെങ്കിലോ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചർച്ചിൽ കുറച്ചാൾ പോയായിരുന്നു. കളിയാക്കി പറയല്ല, നല്ലൊരു പാസ്റ്ററും നല്ലൊരു അമ്മാമിയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഭാര്യ വിളിക്കുന്നത്, ഇടോ അല്ലേ കേട്ടോ. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്നു. പാസ്റ്ററിന് ഒരു പെടയും കുടിച്ചാലും ചിന്തിച്ചു പോകല്ലേ? പാസ്റ്റർ പേര് വിളിക്കുക, പാസ്റ്ററെ. പേടിയാ വിളിക്കാൻ. നിങ്ങൾ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. സ്വത്രം അല്ലേ? അപ്പോഴേ എന്തിനാ ഇത്? ഹല്ലേലൂയ. സാറേ എന്ന് വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? യജമാനനെ. അതില്ലേ കുടുംബജീവിതം? പരസ്പരം ബഹുമാനം കൊടുക്കുന്നതിലെ കുടുംബജീവിതം. തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. അതെല്ലാം അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവവചനവസ്ഥ പ്രകാരം പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ക്ഷമിച്ചും പൊറുത്തും വഹിച്ചും പോകുന്നതല്ലേ കുടുംബജീവിതം? അത് പെർഫെക്റ്റ് ആയൊരാരാ ഉള്ളേ? ആരുമില്ല. യാക്കോബ് അപ്പോസ്തലനാ എന്നെ പഠിപ്പിച്ചത്. നാം പലതിലും യാക്കോബ് തെറ്റിപ്പോകുന്നു, അപ്പോസ്തലന്മാർ തെറ്റിപ്പോകുന്നെങ്കിൽ നമ്മൾ പിന്നെ തെറ്റേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എങ്കിലും വീണ് കിടക്കുക. കർത്താവേ കരുണ കാണിക്കണം. കർത്താവേ ക്ഷമയാചിക്കുന്നു, ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം. മനസ്സാ വാചാ കർമ്മണ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം കിടക്കാൻ. അല്ലെങ്കിൽ കർത്താവ് വന്ന് സഭയെടുക്കുമ്പോൾ ഇവിടെ തൊഴിഞ്ഞു കിടക്കും. പിന്നെ അവർക്കൊരു ദൂതുണ്ട്, വേറൊരു ക്രിസ്തു വരുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ കീഴിലുള്ള ജീവിതം ഭയാനകമായിരിക്കും, ഭീവത്സമായിരിക്കും. ഞാൻ ഇങ്ങനെയാ പണ്ടൊരു ഉപദേശി പറഞ്ഞു കേട്ടത്. ആ എതിർ ക്രിസ്തുവിനെ എന്തെങ്കിലും തിരുവായ്ക്ക് എതിർവായി ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറൊന്നുമില്ല, അവന്റെ പട്ടാളം വരും. നീ ഇന്നത് പ്രസ്താവന നടത്തിയില്ലേ? കാരണം സ്പിരിറ്റല്ലേ പറഞ്ഞ കാര്യം. പ്രസ്താവന നടത്തിയില്ലേ? ശരിയാ. പിന്നെ അവന്റെ പാർട്സ് യെരൂശലേമിലെ ചന്തയിൽ വെച്ചേക്കും. ഹൃദയം ഇവിടെ, കരൾ ഇവിടെ, കാല് വേറെ, മനുഷ്യ മാംസം, മനുഷ്യ പ്രാണൻ. ശരിയല്ലേ?
അവനെ ചന്തയിലുണ്ടാവും. പിന്നെ അവൻ്റെ യേശുക്രിസ്തുവിന്റെ കാലത്താണ് കച്ചവടം നടക്കുന്നത്. മനുഷ്യപ്രാണൻ, മനുഷ്യദേഹം, അവയവങ്ങൾ വിറ്റ് കച്ചവടം ചെയ്യും. ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട് ദൈവമക്കളെ. നിങ്ങൾക്ക് ലിവർ വേണോ? നിങ്ങൾക്ക് ഹാർട്ട് വേണോ? ഏത് അവയവം വേണം? ഇന്ന് കിട്ടും. സാധാരണ ഈ കുഞ്ഞുങ്ങളൊക്കെ 10, 20, 30, 40, 50 വയസ്സായവരൊക്കെ മരിക്കുമ്പോൾ അവരെഴുതി വെക്കും, എൻ്റെ അവയവം ദാനം ചെയ്യാൻ സന്നദ്ധനാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് ബ്ലാക്കിൽ കിട്ടും. കിഡ്നാപ്പ് കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് കാടുകളിൽ അവിടെ കുടിച്ചുകൊണ്ട് കൊന്നിട്ട് അവരുടെ അവയവങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന ലോബികളുണ്ട് നമ്മുടെ ലോകത്ത്. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കൽ ഒരു ക്ലിപ്പ് കണ്ടു. കാട്ടിൽ ഒരു വണ്ടി, ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ കാറ് ഭയങ്കര കാട്, ലൈറ്റില്ല. ആ ലൈറ്റ് രണ്ടും കത്തിച്ചിട്ടിരിക്കുക. വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റ്, ഹെഡ് ലൈറ്റ് കത്തിച്ചിട്ടിട്ട് ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒരു 8-10 മനുഷ്യന്റെ ശരീരം കയ്യിൽ നിന്ന് ഇവിടെ വെട്ടി മാറ്റി, ഇവിടെ നിന്ന് വെട്ടി മാറ്റി, തല ഇവിടെ നിറത്ത് മാറ്റി, കാൽ ഇവിടെ നിറത്ത് മാറ്റി. ഈ ബോഡി ഒരു മാംസ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് കൈകൾ കൂട്ടിയിട്ടിരിക്കുന്നു, കാല് കൂട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ടിരിക്കുക. കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആരും എനിക്ക് കിട്ടുമെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. നടക്കണത് അവയവ കച്ചവടക്കാർ ചെയ്യുന്നുണ്ട്. ഒരു ലിവർ കൊടുത്ത് എത്ര കിട്ടും പാസ്റ്ററെ? ലക്ഷങ്ങൾ കിട്ടും. ലക്ഷങ്ങൾ കിട്ടും. മനസ്സിലായോ? ഹല്ലേലൂയ. ഓരോ അവയവങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ട്. എവിടെയെങ്കിലും ഒരുത്തം വായി നോക്കി ഇരിക്കുകയാണ്, ഒരു കാറുമായിട്ട് പോകും, അവനെ വണ്ടിയിലോട്ട് വിളിച്ച് കയറ്റിയിട്ട്, ചേട്ടാ ഇവിടുത്തെ വഴി ഏതാ? അത് പറഞ്ഞു തരാം. കാട്ടിൻ്റെ കാട് ഉള്ള പ്രദേശങ്ങളിലുള്ള അതിൽക്കൂടി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടാ വഴി ഇവിടെ, അപ്പോൾ കാണിച്ചു തരാം, കയറിക്കോ കയറാം. അവനവിടെ വെച്ച് കൊണ്ടുപോയി ശരിയാക്കി കച്ചവടം ചെയ്യുക, കാശുണ്ടാവും. ഈ ഭൂമിയിലത് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ഈ അനീതി വസിക്കുന്ന ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ പോവുക. മനുഷ്യന്റെ കിരാത ഭരണത്തിന് ദൈവം അടിസ്ഥാനമിടാൻ, അതായത് അതിനെ അടിവരയിട്ട് നശിപ്പിക്കാൻ പോവുക, തിരശ്ശീലിടാൻ പോവുക. അത്ര ദുഷ്ടതയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ മേഖലയിൽ, ആത്മീയ മേഖലയിൽ, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നിങ്ങളെടുത്ത് നോക്കിക്കോ, അഴിമതിയുടെയും അശുദ്ധിയുടെയും കൂത്തരങ്ങാണ് നടക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ല കേട്ടോ. ഒരു പാർട്ടിയിലും ഞാൻ അംഗമല്ല. അപ്പൊ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരാം എന്ന് പറഞ്ഞ് അവരെ വിടുന്ന ആളാണ്. എനിക്ക് മനസ്സുള്ളത് ഞാൻ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നവർക്ക് ഞാൻ വോട്ട് കൊടുക്കും. എൻ്റെ ഉള്ളിലാണ് ആ തീരുമാനം ഞാൻ എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. തമ്മിൽ ആരെ കുറിച്ച് നന്നായിട്ടിരിക്കുന്നവർക്കും കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നമ്മളില്ല. എല്ലാ പാർട്ടിയിലും അഴിമതി കൊടികുത്തി വാഴുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പാർട്ടിയുടെ MLA വില കൊടുത്ത് വാങ്ങിയിട്ട് കുതിരക്കച്ചവടം എന്ന് പറയുന്നല്ലേ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന്. അവരൊക്കെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അടുത്ത ഭരണത്തിൽ കയറാൻ പോയാലും അതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ തമ്മിൽ തൊമ്മനെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അഴിമതിയും അനീതിയും എല്ലാം നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയോടൊപ്പം നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് പുതിയ നിയമസഭയുടെ പഥ്യവചനം പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയെ തികച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയവർദ്ധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും സ്നേഹിച്ച് ദൈവസഭയുടെ ഒരു അംഗമായിരുന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങോട്ട് പോകാം? പുതിയ ആകാശം, പുതിയ ഭൂമി. എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഇന്ന് ഭൂമിയിൽ ഞാൻ കഷ്ടത അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, നിന്ദകൾ, പഴികൾ, ദുഷികൾ അനുഭവിക്കുന്നു. പക്ഷേ അതെല്ലാം മാറി നിത്യമായ ഒരു സന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. അതാണ് എൻ്റെ പ്രത്യാശ. യെശയ്യാ പ്രവാചകന്റെ ഭാഷ നിത്യമായ സന്തോഷം, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. നിത്യാനന്ദം. ഒരു ദിവസമുള്ള ആനന്ദമല്ല, എല്ലാ ദിവസവും ആനന്ദം. ഇവിടെ ഇപ്പൊ വായിച്ചു കേട്ടത് എത്ര? പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചു കേട്ട വാക്യം ഏതാണ്? വായിച്ച് നിത്യവാക്യം ഏതായിരുന്നു പക്ഷേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ നാം അവന്റെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു.
3:13. ആ, എന്നാൽ പ്രിയമുള്ളവരെ ഇനി 8 തൊട്ട് വായിക്കാം. 3:8 തൊട്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് കാര്യം നിങ്ങൾ മറക്കരുത്. അതെ, താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആമേൻ. അതെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് മതി. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്.